നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. രണ്ടാഴ്ചയോളം വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയ കൊച്ചി നിവാസികളുടെ മേൽ ഇടുത്തി പോലെയാണ് ഇന്ന് വീണ്ടും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. വൈകിട്ട് 4 മണിയോടെ ഉണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാസേനയുടെ കഠിന ശ്രമത്തെ തുടർന്ന് നിയന്ത്രണ വിധേയമാക്കി. ഇനിയും സമാനമായ തീപിടുത്തങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് അധികൃതരുടെ വാക്കുകൾ. തീപിടിച്ചാൽ വേഗത്തിൽ അണയ്ക്കാൻ കഴിയുമെന്ന് പറയുന്ന അധികൃതർ ഇതിന് എന്ന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നില്ല. രണ്ടാഴ്ചക്കാലം നിന്ന് കത്തിയ മാലിന്യമലകളിൽ തന്നെയാണ് വീണ്ടും തീ പടർന്നത്. തീപിടുത്തം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ അഗ്നിരക്ഷാസേന ചൂണ്ടിക്കാട്ടിയതാണ്. കടുത്ത ചൂടും മീഥൈൽ വാതകത്തിന്റെ സാന്നിധ്യവും തന്നെയാണ് ഇത്തവണയും വില്ലനായതെന്നാണ് നിഗമനം. ബ്രഹ്മപുരത്തെ തുടരുന്ന അഗ്നിശമന സേനയുടെ സ്ഥിരം സംവിധാനങ്ങൾ തീകെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും തീ പടർന്നു തുടങ്ങിയിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി സ്ഥലത്തെത്തി. തുടർച്ചയായി വീണ്ടും തീപിടുത്തമുണ്ടായതോടെ പരിസരവാസികളും പ്രതിഷേധവുമായി എത്തി. ഇപ്പൊ ഞാൻ ഈ തീ കത്തി അരമണിക്കൂറിൽ ഇവിടെ വന്നതാ. നമ്മൾ അറിഞ്ഞത് എന്താ, 24 മണിക്കൂറും ഇവിടെ നിരീക്ഷണ സംവിധാനം ഉണ്ടെന്നാ. ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഇവിടെ വന്ന് മൊത്തം തീ പടർന്നതിന് ശേഷം പുറത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് വന്നിട്ടാണ് തീ കടത്തേണ്ടി വന്നത്. അല്ലല്ല, ഇതിപ്പോ ഞങ്ങളോട് മാറി പറഞ്ഞു. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ പിള്ളേർ ഉൾപ്പെടെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാ. കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ ആൾക്കാർക്ക് മാറിക്കോ, ഞങ്ങൾക്കറിയാം നോക്കാൻ. സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലായില്ലെന്നും ബ്രഹ്മപുരം വിഷയത്തിൽ കോർപ്പറേഷൻ അനാസ്ഥ തുടരുകയാണെന്നും MLA ഉമാ തോമസ്. ഇപ്പോഴും കെട്ടിട്ടില്ലാത്തത് കെട്ടു എന്ന് പറഞ്ഞ് വളരെ ശാന്തമാകാനായിട്ട് നോക്കുന്ന ഇത് ശരിയല്ല. അങ്ങനെ മനുഷ്യരെ, സാധാരണക്കാരെ പേടിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താതിരിക്കാൻ അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വന്നു നിന്നത് മോണിറ്റർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തര നടപടി ഉണ്ടാവണം. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തം കടുത്ത ആശങ്കയാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. വ്യക്തമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടാകും വരെ ബ്രഹ്മപുരത്തെ തീയും പുകയും അടങ്ങില്ല. അതിലേക്ക് എത്ര ദൂരം എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. ബ്രഹ്മപുരത്ത് നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ബ്രഹ്മപുരത്ത് വീണ്ടും ചെറിയ തീപിടുത്തം ഉണ്ടാകുമെന്നത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. അഗ്നിശമന യൂണിറ്റുകളടക്കം പ്രദേശത്ത് നിലനിർത്തിയത് സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മുൻകരുതലിന്റെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വീണ്ടും ഇത്തരത്തിലുള്ള ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. ആ മുന്നറിയിപ്പ് നൽകിയതുമാണ്. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ആ മുന്നറിയിപ്പ് നൽകിയതാണ്. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞതാണ്, വീണ്ടും ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അസംബ്ലിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവിടെ 5 അഗ്നിശമന യൂണിറ്റുകൾ നിലനിർത്തിയത്, ഹിറ്റാച്ചുകളും അവിടെ നിലനിർത്തിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും വീഴ്ചയുണ്ടായതുകൊണ്ടല്ല. ഈ സംവിധാനങ്ങൾക്ക് പിൻവലിക്കാതിരുന്നത് സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ജാഗ്രതയാണ്. അതുകൊണ്ടാണ് 4 മണിക്ക് തീപിടുത്തുണ്ടായി 4:10 തന്നെ തീയണയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങി. ഇപ്പൊ തീ അണച്ചു കഴിഞ്ഞു എന്നാണ് കലക്ടർ എന്നെ അറിയിച്ചത്. നഗരസഭയുടെ നിയന്ത്രണത്തിലല്ല ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്നും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് പ്രശ്നമെന്നും മേയർ M അനിൽകുമാർ പറഞ്ഞു. സ്ഥിരം പരിഹാരമാണ് വേണ്ടതെന്നും മേയർ പറഞ്ഞു. ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം മാറ്റാതെ ഈ പ്രശ്നം പരിപൂർണമായും പരിഹരിക്കപ്പെടില്ല എന്നതിന്റെ വളരെ വലിയ ഗൗരവമായ സൂചനയാണ് തീപിടുത്തം. തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹിൽ പാലസ് SI ജിമ്മി ജോസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുമ്പരം സ്വദേശി മനോഹരന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇരുമ്പനം കർഷക കോളനി റോഡിൽ രാത്രി 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. വാഹന പരിശോധനയ്ക്കെത്തിയ തൃപ്പൂണിത്തുറ പോലീസ് കൈകാണിച്ചപ്പോൾ ബൈക്ക് നിർത്തിയില്ലെന്നാരോപിച്ച് 53-കാരനായ മനോഹരനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ രമ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് അടിച്ച് നല്ല അടിയെന്ന് വെച്ചാൽ നല്ല കാറോ തീർന്നുള്ള അടിയാ സാർ അടിച്ചത്.
ഇങ്ങനെ ആയ എന്ത് ചെയ്യും? അവശനിലയിലായ മനോഹരനെ വലിച്ചിഴച്ചാണ് ജീപ്പിൽ കയറ്റിയതെന്നും ദൃക്സാക്ഷികൾ. വണ്ടി നിർത്തിയില്ലെന്നും പറഞ്ഞാണ് ഹെൽമെറ്റ് ഊരിയപ്പോൾ തന്നെ തല്ലിയത്. ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. കസ്റ്റഡിയിലെടുത്ത മനോഹരൻ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് രക്തപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനിടെ മരണം സംഭവിച്ചു. സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തണമെന്ന് കെ ബാബു MLA. മനോഹരന്റെ കുടുംബത്തിനും ജനങ്ങൾക്കും ബോധ്യമാകത്തക്ക വിധത്തിൽ ഒരു അന്വേഷണം വേണം. ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്താതിരുന്നതിന് പിഴ ചുമത്താനാണ് മനോഹരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ SI ജിമ്മി ജോസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ തൃക്കാക്കര ACPയോട് റിപ്പോർട്ട് തേടി. വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് DYSP പൈസിനെ ചുമതലപ്പെടുത്തി. സ്പെയർ പാർട്സ് കച്ചവടക്കാരനായ മനോഹരൻ ഇരുമ്പനത്ത് കട നടത്തിവരികയായിരുന്നു. ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് മനോഹരന്റെ കുടുംബം. മനോഹരന് നീതി ലഭ്യമാക്കണം. അതിന് സുതാര്യമായ അന്വേഷണമാണ് ആവശ്യം. സുവി വിശ്വനാഥൻ, News 18, കൊച്ചി. തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിൽ മനോഹരൻ മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. മനോഹരന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല എന്നും ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുമുള്ള പ്രാഥമിക സൂചനകളും പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. മനോഹരന്റെ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. മരണകാരണം മർദ്ദനമല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം പോലീസ് കുറ്റവിമുക്തരാകുന്നില്ല. വഴിയിൽ പോലീസ് കൈ കാണിച്ചപ്പോൾ വാഹനം അല്പം മാറ്റി നിർത്തിയതിന്റെ പേരിൽ മനോഹരന്റെ കരണത്തടിക്കാൻ ആരാണ് പോലീസിന് അധികാരം നൽകിയത്? എന്ത് കുറ്റത്തിന്റെ പേരിലാണ് മനോഹരനെ കസ്റ്റഡിയിലെടുത്തത്? ഈ ചോദ്യങ്ങൾക്ക് കൂടി പോലീസ് മറുപടി പറഞ്ഞേ മതിയാകും. മനോഹരന്റെ മരണത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കുറ്റക്കാരായ SHO ഉൾപ്പെടെ മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. പോലീസ് സ്റ്റേഷനിലേക്ക് BJPയും മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് BD സതീശൻ മനോഹരന്റെ കുടുംബത്തെ സന്ദർശിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് BD സതീശൻ ആവശ്യപ്പെട്ടു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്രൂരമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറേ നാളുകളായി നിരവധി പരാതികളാണ്. അവിടുത്തെ SHOയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് ഇത് തന്നെയാണ്. ആര് എന്നാലും വാദി എന്നാലും പ്രതി എന്നാലും നടക്കും. അതിന് നടപടിയെടുക്കണം. ഒരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കണം. കൊലക്കുറ്റത്തിന് അവർക്ക് കേസെടുക്കണം. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. അവരെങ്ങനെ ജീവിക്കും? നഷ്ടപരിഹാരം അവരൊക്കെ വീട്ടിൽ നിന്നുള്ള സ്വത്ത് കണ്ടുകെട്ടി ഈടാക്കട്ടെ സർക്കാർ. അപ്പോൾ ഇവർ ജീവിക്കണ്ടേ കുടുംബത്തിന്? മനുഷ്യൻ വഴി കൂടി പോകണ തല്ലിക്കൊല്ലാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ രാജ്യവ്യാപക സത്യാഗ്രഹം നടത്തി കോൺഗ്രസ്. രാജ്ഘട്ടിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു സത്യാഗ്രഹം. അയോഗ്യതാ നീക്കം രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനായാണ് നടത്തിയതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ഗാന്ധി സമാധിയായ രാജ്ഘട്ടിലെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ രാജ്യത്തുടനീളം നടത്തുമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഖർഗെ പറഞ്ഞു. പ്രധാനമന്ത്രി ഭീരുവാണെന്നും ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ തന്നെ ജയിലിലടച്ചാലും പ്രശ്നമില്ലെന്നുമായിരുന്നു പ്രിയങ്കയുടെ വിമർശനം. कायर है इस देश का प्रधानमंत्री. लगा दो केस मुझ पर, लगा दो केस मुझ पर, जेल ले जाओ मुझे भी, लेकिन सच्चाई ये है कि इस देश का प्रधानमंत्री कायर है. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് പുറമെ രാഹുലിന്റെ അയോഗ്യതയും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ പാർലമെന്റ് മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, News 18.
രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരായ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും സത്യഗ്രഹം നടത്തി. കെപിസിസിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിലായിരുന്നു സത്യഗ്രഹം. തിരുവനന്തപുരത്തിന് പുറമെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിച്ചു. ബിജെപി ജനാധിപത്യത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് തകർന്നു പോകില്ലെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് ശ്രമമെന്നും ബിജെപിക്കും മോദിക്കുമെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയാണ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയെങ്കിൽ കേരളത്തിൽ മറ്റൊന്നാണ് ചർച്ച. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇവിടുത്തെ ചർച്ച. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയെ ഇടതു പാർട്ടികൾ ശക്തമായി വിമർശിക്കുന്നു. അതിൽ കോൺഗ്രസിനൊപ്പം തന്നെയാണ് ഇടതു പാർട്ടികളുടെ നിലപാട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരരംഗത്ത് തങ്ങളും ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ആവർത്തിക്കുകയും ചെയ്യുന്നു. രാഹുലിന് പിന്തുണ നൽകുന്നതിൽ ഐക്യപ്പെട്ട സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ ചേരി പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വിഷയം വരുമ്പോൾ വീണ്ടും ശത്രുപക്ഷത്താകും. അയോഗ്യത റദ്ദാക്കാനാവാതെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷം മത്സരരംഗത്തുണ്ടാവരുതെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. രാഹുലിന് ഇതുവരെ നൽകിയ പിന്തുണ ആത്മാർത്ഥമാകണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയില്ലാതെ രാഹുലിന്റെ പകരക്കാരൻ ജയിക്കണമെന്ന് കോൺഗ്രസ് വാദിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങൾ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇടതു നിലപാട്. വിഷയത്തെ CPM വിശദീകരിക്കുന്നത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതല്ല, രാഹുൽ ഗാന്ധിയോട് BJP എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. പക്ഷേ രാഹുലിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് CPM പിന്തുണ നൽകിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതുവരെ രൂപപ്പെട്ട ഐക്യം ഇക്കാര്യത്തിലില്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ കെ സുധാകരൻ പരിഹസിച്ചത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ചർച്ച രാഹുൽ ഗാന്ധിയുടെ അംഗത്വമാണ്. ഈ പിന്തുണ കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണെന്ന് പോയി നമ്മൾ പറയണം. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അയോഗ്യതയുള്ളതിനാൽ രാഹുലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരും. BJPയുടെ പകപോക്കൽ നിലപാട് തുറന്നു കാട്ടാൻ രാഹുലിനെ പിന്തുണച്ചത് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് വേണമോ എന്നതാണ് ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വയനാട്ടിൽ ഒന്നിക്കുന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നതും ഇടത് കേന്ദ്രങ്ങളെ കുഴയ്ക്കുന്നു. അതേസമയം രാഹുലിനെ അയോഗ്യനാക്കിയ രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞ് വോട്ട് തേടുമെന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു വിദൂര സാധ്യത മാത്രമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഇരു മുന്നണികൾക്കുമുള്ള ആശ്വാസം. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പൻ ദൌത്യത്തിനെതിരെ കോടതിയെ സമീപിച്ച മൃഗസ്നേഹികളുടേത് തീവ്ര നിലപാടാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ. ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമാണുള്ളത്. കാട്ടിലേക്ക് തിരിച്ചയക്കണമെങ്കിലും ആനയെ പിടിക്കണം. പിടിക്കരുത് എന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മളാരും എക്സ്ട്രീമായിട്ട് കാര്യമില്ല. ഈ അതിര് കവിഞ്ഞ ഒരു നിലപാട്. കാരണം ജന്തുക്കളുടെയും മനുഷ്യരുടെയും ആവാസ മേഖലയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വന്യജീവി സ്നേഹവും വന്യജീവിയെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സ്നേഹവും രണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. ആനയെ തൊടാതെ പിടിക്കാതെ എങ്ങനെയാണ് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യണമല്ലോ, മാറ്റുക എന്ന് പറഞ്ഞാൽ. അത് അവിടുന്ന് 12 ദിവസം നടന്നിട്ട് ഇങ്ങോട്ട് ആനയെ പിന്നെ വയനാട്ടിലേക്കോ മലയാറ്റൂരിലേക്കോ കൊണ്ടുവരിക എന്നാണ്. മയക്കുവെടികളിൽ നിന്ന് ഒരിക്കൽ വഴുതിപ്പോയവരാണ് ഇടുക്കിയിലെ അരിക്കൊമ്പൻ. 5 മയക്കുവെടികളെ അതിജീവിച്ചവൻ. കുങ്കിയാനകൾക്ക് പോലും പിടികൊടുക്കാതെ കാട് കയറിയവൻ. അതുകൊണ്ട് ഇത്തവണ വ്യത്യസ്തമായ കെണിയൊരുക്കിയാണ് അരിക്കൊമ്പനെ കുടുക്കാൻ വനംവകുപ്പ് കാത്തിരിക്കുന്നത്. 2017 അരിക്കൊമ്പൻ ദൌത്യത്തെക്കുറിച്ച് അന്ന് സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ അബ്ദുൾ ഫത്താഹ് വിവരിക്കുന്നു. ആ ദൌത്യത്തിന്റെ ദൃശ്യങ്ങളും കാണാം. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസിന്റെ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അരിക്കൊമ്പൻ ദൌത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ 2017 ഇതേ ദൌത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്താഹ് നമ്മളോടൊപ്പം ചേരുകയാണ്. അന്നത്തെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സാർ, എന്തൊക്കെയായിരുന്നു അന്ന്, എങ്ങനെയുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്? 100ഓളം ഫോറസ്റ്റ് സ്റ്റാഫുകൾ കൂടിച്ചേർന്ന ഒരു വലുതായിട്ടൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നത്. പിന്നെ 2 കുങ്കീസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് രണ്ടും നമ്മുടെ മുതുമല ആന ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന 2 കുങ്കീസ് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട്
ഈ ഓപ്പറേഷന്റെ ഏറ്റവും അവസാന സമയത്താണ് നമ്മുടെ വയനാട്ടിൽ നിന്ന് ബാക്കി കുക്കീസിനെ കൊണ്ടുവന്നത് നമ്മൾ. 2017 ജൂലൈയിലാണ് മതികെട്ടാൻ സോറിയുടെ രാജാവായ അരിക്കൊമ്പനെ പിടികൂടാൻ മുൻപ് വനംവകുപ്പ് ശ്രമിച്ചത്. ഡോക്ടർമാരും വനംവകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ 100ഓളം വരുന്ന സംഘം 10 ദിവസം ആനയെ നിരീക്ഷിച്ചു. തുടർന്ന് ജൂലൈ 25 രാവിലെ 6 മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചു. ഡോക്ടർ അരുൺ സക്രിയയ്ക്കും പെരിയാർ ടൈഗർ റിസർവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ അബ്ദുൾ ഫത്തയ്ക്കുമായിരുന്നു മയക്കുവെടി ഉതിർക്കുന്നതിനുള്ള ചുമതല. 3 തവണ ശ്രമിച്ചാണ് അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് ആദ്യ മയക്കുവെടി ഉതിർത്തത്. അരിക്കൊമ്പൻ കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും പിന്നീട് ഓടി. സന്ധ്യ മയങ്ങിയതോടെ ആദ്യ ദിനത്തിലെ ദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മയക്കുവെടി വെച്ചായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ചിന്നക്കനാൽ ഡാമിന് മുകളിലുള്ള സ്ഥലത്താണ് മയക്കുവെടി വെച്ച്. അന്ന് ആന മയങ്ങി കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയതിനാൽ അന്ന് നമ്മൾ ആ ഓപ്പറേഷൻ അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. രാത്രി വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് ആന കിലോമീറ്ററുകൾ നടന്നു. 2ാം ദിനത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സിമന്റ് പാലത്തും സമീപ മേഖലകളിലും വെച്ച് മയക്കുവെടികൾ വെച്ചു. ആന കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും മലമുകളിലേക്ക് കയറിയതിനാൽ പിടികൂടുക എന്നത് അസാധ്യമായി. തമിഴ്നാട് മുതുമലയിൽ നിന്നെത്തിച്ച കരീം, വെങ്കിടേഷ് എന്നീ കുങ്കിയാനകളാണ് പ്രധാനമായും ദൌത്യത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിൽ കയറ്റാൻ സാധിക്കാതെ വന്നതോടെ റേഡിയോ കോളർ ഘടിപ്പിക്കാൻ ശ്രമം നടന്നു. എന്നാൽ കുങ്കിയാനയായ കരീമിനോട് അരിക്കൊമ്പൻ സഹകരിക്കാതെ വന്നതോടെ അതും ഉപേക്ഷിച്ചു. ആന ക്യാമ്പിൽ നിന്നെത്തിയ പാപ്പാൻ കൊമ്പന്റെ കാലിൽ വടം ബന്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. തുടർന്ന് വനംവകുപ്പ് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മൂന്നാർ ഏരിയ അറിയാമല്ലോ, കൂടുതലും ഹില്ലി ഏരിയയാണ്. അപ്പം നമ്മൾക്ക് ആനയെ എവിടെ വെച്ച് സേഫായിട്ട് നമുക്ക് ആനയെ കാണുന്ന സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെച്ചാലും ആന ആ സമയം തന്നെ ഓടിക്കളയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആന അടുത്ത് പോയി പിന്നെ എവിടെ പോയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ആനയിറക്കലിലെത്തി വെള്ളം കുടിച്ച് അരിക്കൊമ്പൻ കാട് കയറി. കഴിഞ്ഞ തവണ ആനയെ പിന്തുടർന്ന് വെടിവെക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇത്തവണ ബലഹീനതകൾ മനസ്സിലാക്കി സിമന്റ് പാലത്തേക്ക് ആകർഷിക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് അന്ന് ദൌത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്തയുടെ വിലയിരുത്തൽ. തേടിച്ചെന്ന് മയക്കുവെടി വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഒരു ആനയെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്ത് ആനയെ അരിയും അതുപോലത്തെ സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ ആനയെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ടെറൈനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ നമുക്ക് മയങ്ങി കിട്ടുന്ന സ്ഥലം റോഡ് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ എളുപ്പം തന്നെ ആനയെ കുങ്കീസിൻ്റെ സഹായത്തോടുകൂടി ലോറിയിൽ കയറ്റി കോർണാടേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുങ്കിയാന കരീമും കൂട്ടാളികളും പരാജയപ്പെട്ടെടുത്ത് കേരളത്തിന്റെ സ്വന്തം കോന്നി സുരേന്ദ്രനും സംഘവും അരിക്കൊമ്പന്റെ ചെറുത്തുനിൽപ്പുകളെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പെരിയ കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ല് തകർത്തു. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പെരിയകനാൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് ജീപ്പിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. വണ്ടി ഫ്രണ്ടിൽ താക്കി நாங்கள் வண்டி ரிவர்ஸ் எடுக்கிறதுக்குள்ள அதாவே கொண்டு வந்து கீழே பள்ளத்தில் இறக்கி விட்டுருச்சு வண்டியை. இறக்குடைய வண்டியில் ரொம்ப சேதப்படுத்திக்கிட்டே இருந்துச்சு. அதில் பின்னாடி சேதப்படுத்தும் போது ஃப்ரெண்டில் 2 பேர் இறங்கி ஃப்ரெண்டில் ஓடிட்டோம். உடனே அவரை பார்த்து ஃபாலோ பண்ணி போகிறோம். அப்படியே நாங்கள் பேக்கில் டோர் லாக்கு கண்ணாடி உடச்சு நாங்கள் வெளியே எஸ் ஆகி இங்கிட்டு வந்துட்டோம். எங்களுக்கு பின்னாடி ஒரு 50 மீட்டர் ஃபாலோ பண்ணிருச்சு. വാഹനത്തിന്റെ ഗ്ലാസിൽ ആന അടിക്കുകയും തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ പുറകിലെ സീറ്റിലിരുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. ഇവരെ ആക്രമിക്കുവാനും ആന ശ്രമിച്ചു. ഈ സമയം ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. കുറെ ദൂരം യാത്രക്കാരെ ആന പിന്തുടർന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഹെലികോപ്റ്ററിലുണ്ടായ 3 പേരും നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേ താൽക്കാലികമായി അടച്ചെങ്കിലും മണിക്കൂറുകൾക്കകം പ്രവർത്തനം പുനരാരംഭിച്ചു. ഉച്ചയ്ക്ക് 12:30 പരിശീലന പറക്കലിനിടെ അപകടം സംഭവിച്ചത്. പറന്നുയർന്ന ഉടൻ 150 മീറ്ററോളം പിന്നിടവേ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു. പൈലറ്റ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്.
ഇവരുടെ പരിക്കുകൾ ഗുരുതരമുള്ളതല്ലെന്ന് അധികൃതർ അറിയിച്ചു. 1 വർഷം മുൻപാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകുന്നത്. അപകടത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിലെ റൺവേ താൽക്കാലികമായി അടച്ചു. തുടർന്ന് ഒമാൻ എയർവേസിന്റെ മസ്കറ്റ് കൊച്ചി വിമാനം തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചുവിട്ടു. 3 വിമാനങ്ങൾ കൂടി വഴിതിരിച്ചുവിട്ടെങ്കിലും റൺവേ തുറന്നതോടെ കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. അപകടത്തിൽ കോസ്റ്റ് ഗാർഡ് അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഒപ്പം വിമാനത്താവള അധികൃതരും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. 36 ഉപഗ്രഹങ്ങളുമായി ISROയുടെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. വിക്ഷേപണം വിജയകരമാണെന്ന് ISRO അറിയിച്ചു. വൺവെബിന്റെ വാണിജ്യാടിസ്ഥാനത്തിലെ 2ാമത്തെ വിക്ഷേപണമാണിത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാകുന്ന വൻപൻ പദ്ധതിയാണ് വൺവെബ് ലക്ഷ്യമിടുന്നത്. മംഗളൂരു മാറോളിയിൽ ഹോളി ആഘോഷങ്ങൾക്കിടെ ബജരംഗദൾ പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസം. രംഗ് ദ ബർസെ എന്ന പേരിൽ സംഘടിപ്പിച്ച DJ പാർട്ടിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സഭ്യമല്ലാത്ത രീതിയിൽ പങ്കെടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. വിദേശികളായ യുവാക്കളും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. അക്രമി സംഘം ബാനർ വലിച്ചു കീറുകയും ഭീഷണി മുഴക്കുകയും ചെയ്തു. സംഭവത്തിൽ 6 ബജരംഗദൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം തൊഴിലവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. ട്രാൻസ്മാനായ എറണാകുളം സ്വദേശി അർജുൻ ഗീതയ്ക്ക് SI തസ്തികയിലേക്ക് അപേക്ഷിക്കാമെന്നും താൽക്കാലികമായി അത് പരിഗണിക്കാമെന്നും ഹൈക്കോടതി വിധിച്ചു. SI തസ്തികയിലേക്ക് അർജുന്റെ അപേക്ഷ പരിഗണിക്കാമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ PSC നൽകിയ ഹർജിയിലാണ് തീർപ്പ്. പുരുഷന്മാരിൽ നിന്ന് മാത്രം അപേക്ഷ ക്ഷണിച്ച തസ്തികയിലേക്ക് അർജുന്റെ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു PSCയുടെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും കർണാടകത്തിൽ. BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അമിത്ഷാ ബിദാറിലെ ഗൊരാട്ട രക്തസാക്ഷി സ്മാരകവും സർദാർ പട്ടേലിന്റെ പ്രതിമയും നാടിന് സമർപ്പിച്ചു. 103 അടി ഉയരമുള്ള ദേശീയ പതാകയും സ്മാരകത്തിൽ ഉയർത്തി. റായ്ചൂരിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അമിത്ഷാ നിർവഹിച്ചു. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ സിയാച്ചിനിലെ ആദ്യ വനിതാ ഓഫീസറായ ക്യാപ്റ്റൻ ശിവ ചൌഹാൻ, ഓസ്കാർ അവാർഡ് ജേതാക്കളായ ഗുനീത് മോംഗ, കാർത്തികി ഗോൺസാൽവസ്, ഏഷ്യയിലെ ആദ്യ ലോക്കോ പൈലറ്റായ സുരേഖ യാദവ് എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അണ്ടർ 19 വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെയും മോദി പ്രശംസിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയിൽ പ്രതികരണവുമായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു. വിദ്യാർത്ഥിനികളെ കരിയർമാരാക്കുന്ന ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞു. നഗരത്തിലെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കും. ഷാഡോ പോലീസിനെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തും. വിഷയം ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. യൂഷ്വലി നമ്മുടെ ഈ സ്കൂൾസ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ ഈ ഫോൺ മുഖാന്തരമാണ് ഇവർ കോൺടാക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ പേരൻറ്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ നമ്മുടെ ഓഫീസേഴ്സ് പങ്കെടുത്തിട്ട് ഈ മൊബൈൽ ഫോൺസിൻ്റെ അബ്യൂസ്, മൊബൈൽ ഫോൺസ് അത്യാവശ്യമാണ്, ഇൻ്റർനെറ്റ് യൂസേജ് അത്യാവശ്യമാണ്, മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ക്രിയേഷൻ നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് വഴി ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഇടുക്കി കാഞ്ചിയാറിൽ കൊല്ലപ്പെട്ട അനുമോളുടെ ഭർത്താവ് ബിജേഷ് പിടിയിലായി. കുമളിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കുമളി വനമേഖലയിൽ നിന്നാണ് ബിജേഷിനെ പിടികൂടിയത്. 21-നാണ് കാഞ്ചിയാർ വട്ടമുകളിൽ അനുമോളെന്ന വീടിനുള്ളിൽ വത്സമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ച ജഡം കട്ടിലിനടിയിൽ പുതപ്പിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭർത്താവ് ബിജേഷിനെ കാണാതാകുന്നത്. പാലക്കാട് CPM നേതാവ് PK ശശിക്കെതിരെ കൂടുതൽ സഹകരണ ബാങ്ക് ഭരണസമിതികൾ രംഗത്തിറങ്ങും. PK ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മണ്ണാർക്കാട്ടെ കോളേജിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധിക്കും. ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓഹരികൾ പിൻവലിക്കാൻ കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മറ്റു ബാങ്കുകളും സമാന നടപടിക്കൊരുങ്ങുന്നത്. അലനല്ലൂർ സർവീസ് അർബൻ ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ ബാങ്ക്, മണ്ണാർക്കാട് എംപ്ലോയീസ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ കോളേജിൽ കോടികളുടെ നിക്ഷേപങ്ങൾ നടത്തിയത്. പാർട്ടി അനുമതിയില്ലാതിരുന്നിട്ടും PK ശശി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ്
ഈ സഹകരണ സ്ഥാപനങ്ങൾ ഓഹരികൾ എടുത്തത്. ഓഹരികൾ പിൻവലിക്കാൻ പി.കെ. ശശിക്ക് പിന്തുണയുള്ള ഭരണസമിതികൾ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കോളേജിന്റെ നിലനിൽപ്പിനായി വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാനും ബാങ്കുകൾ പണം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 3 വർഷത്തേക്ക് 40,000 രൂപ വീതമാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ചെറുകിട ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനാണ് നിർദ്ദേശം. പാർട്ടി അനുമതിയില്ലാതെ ഇത്തരം ഇടപെടലുകൾ നടത്തിയ പി.കെ. ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 പാലക്കാട്. പൈങ്കുനി ഉത്രം മഹോത്സവ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് മുന്നോടിയായുള്ള പ്രസാദ ശുദ്ധി പൂജകൾ നടത്തി. നാളെ രാവിലെ 9:45-നും 10:45-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ ഉത്സവത്തിനുള്ള കൊടിയേറും. രണ്ടാം ഉത്സവ ദിവസമായ 28 മുതൽ ഉത്സവ ബലി ആരംഭിക്കും. ഏപ്രിൽ 4-നാണ് പള്ളിവേട്ട. ഏപ്രിൽ 5-ന് പമ്പയിൽ ആറാട്ട് നടക്കും. അന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി എത്തിച്ചേരാം. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.